Hello. 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 ഹലോ, ഇന്ന് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോവുകയാണ് കേട്ടോ. ഈദ് അവധിക്കാണ് പോയിട്ട് കുറച്ച് ദിവസമായി. ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് ഞങ്ങളുടെ അനിയത്തിയും അനിയത്തിയുടെ കൊളീഗും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞു സാറും ഉണ്ട്. കുഞ്ഞു സാറിന് നല്ല ഉറക്കം വന്നിരിക്കുകയാണ്. കുഞ്ഞു സാറ് ഉടനെ ഉറങ്ങും. പകലൊന്നും ഉറങ്ങാത്തത് കൊണ്ട് നല്ല ഉറക്കപ്പിച്ചിലിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കുണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴേ അറിയാവും ഇന്ന് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഫുഡ് അടിയാണ് മെയിൻ ഉദ്ദേശം. ഒരു ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോഴേക്കും കുഞ്ഞു സാർ ഉറങ്ങി കേട്ടോ. പോകുന്ന വഴിയിൽ തന്നെ ഉറങ്ങി, നല്ല ഉറക്കമായി. ഇനി കുഞ്ഞു സാർ കുറച്ച് നേരം നന്നായിട്ട് ഉറങ്ങും. അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തി. നമ്മൾ അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ കണ്ടു തുടങ്ങി. കയറാൻ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ ഒരുപാട് പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ ഒരുപാട് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ തിരക്ക് തുടങ്ങിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ എത്തിയതുകൊണ്ട് വലിയ തിരക്ക് ഇപ്പോൾ ആയിട്ടില്ല. അങ്ങനെ നമ്മൾ മെയിൻ ഗേറ്റ് വഴിയല്ല കയറാൻ നോക്കുന്നത്, രണ്ടാമത്തെ ഗേറ്റ് വഴിയിട്ടാണ്. അപ്പോൾ വണ്ടി അവിടെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കയറാൻ പറ്റുന്ന അത് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ഗ്ലോബൽ വില്ലേജിൽ ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയത് 2024 ന്യൂ ഇയറിനാണ്. അപ്പോൾ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ന്യൂ ഇയർ പാർട്ടി അറ്റൻഡ് ചെയ്തു തിരിച്ചു വന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷേ തിരക്കുണ്ടാവും, എല്ലാത്തിലും കയറാൻ പറ്റുമോ, എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ. പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം ഒരുപാട് ഫുഡ് ട്രൈ ചെയ്യുക എന്നതാണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ 4 പേർക്ക് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 30 ദിർഹംസിന് 4 ടിക്കറ്റ് കിട്ടി. നമ്മൾ 4 പേരുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഹാപ്പി ഗേറ്റ് വഴി അകത്തേക്ക് കയറുവാണേ. ഇതുവഴി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ഡ്രാക്കുള വില്ലേജോ അങ്ങനെ എന്തോ ഒരു സംഭവം, അതിൻ്റെ സൗണ്ട് കൂടുതലായതുകൊണ്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്താൽ കോപ്പിറൈറ്റ് വരുമെന്ന് കരുതിയിട്ട് അവിടുത്തെ വോയിസൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്യുവാണ്. നമ്മൾ ഇവിടുന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഇന്ത്യൻ പവലിയനാണ് കാണുന്നത്. നമ്മൾ അവിടുന്ന് ഫസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു സ്നാക്സ് അങ്ങനെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. ഇത് ശരിക്കും ഇന്ത്യൻ പവലിയൻ്റെ ഒരു ഗേറ്റ് മാത്രമാണ്. ഇന്ത്യൻ പവലിയൻ്റെ ഫ്രണ്ട് സൈഡ് ഇതിനപ്പുറത്ത് ആണ് വരുന്നത്. നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഗേറ്റാണ്. അങ്ങനെ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പാനിപ്പൂരി കഴിക്കണം എന്നുള്ളത് കൊണ്ട് പാനിപ്പൂരി ഫസ്റ്റ് മേടിച്ച് അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അതിന് ശേഷം ഒരു ഗോബി മഞ്ചൂരിയനും മേടിച്ചു. എൻ്റെ ഡയറ്റ് ദൈവങ്ങളെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് പാനിപ്പൂരി മേടിച്ച് അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു ഫസ്റ്റ്. സാധാരണ പാനിപ്പൂരി മേടിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. അനുവേട്ടന് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് അനിയത്തി ഉള്ളത് കൊണ്ട് അവളും ഞാനും കൂടി നന്നായിട്ട് കഴിച്ചു. കഴിക്കാൻ കൊടുക്കട്ടെ, അവളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാനിപ്പൂരിയുടെ കപ്പ് നല്ല ഹാർഡായിരുന്നു കേട്ടോ. അകത്തെ ഫില്ലിങ് ഓക്കെ ആയിരുന്നു, പക്ഷേ കപ്പ് നല്ല ഹാർഡായിരുന്നു. ഇടുമ്പോൾ തന്നെ പൊട്ടിയിരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗോബി മഞ്ചൂരിയൻ മേടിച്ചിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തു. എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ ചൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. കുഞ്ഞ് എന്താവുമെന്ന് അറിയത്തില്ല, അവൻ അതുമായിട്ട് പൊരുത്തപ്പെടുമോ അലമ്പാവുമോ എന്നറിയില്ല. അവനോട്ട് മേടിച്ച ടീക്കപ്പാണ് കേട്ടോ ഇത് കളയണോ അതോ ഇനി തിരിച്ചു കൊടുക്കണോ എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചതാണ്. കുഞ്ഞിന് അവന് കഴിക്കുന്ന സാധനങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന സാധനങ്ങളോടാണ് അവന് കൂടുതൽ താല്പര്യം. അവന് കഴിക്കാനുള്ള എന്തെങ്കിലും കൊടുത്താൽ അവനത് വേണ്ട. നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അവനതപ്പം വേണം. അങ്ങനത്തെ ഒരിതാണ്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് അടുത്താണ് ഡ്രാക്കുള
കോട്ടയോ അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ഷോ നടക്കുമ്പോൾ അത്രയും ആ മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് എഴുതിയിട്ട് പല സ്ഥലത്തും ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഫുഡടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇന്ത്യൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് റീൽസിലൊക്കെ ഇട്ടേക്കുന്ന കണ്ടു, അതിനകത്ത് കമ്മൽ ഡ്രസ്സൊക്കെ വില കുറച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പോയിട്ട് നോക്കണം. ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഗോബി മഞ്ചൂരിയൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ഗാർലിക്കൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കുഞ്ഞിനും അതിൻ്റെ ഉള്ളിൽ കോളിഫ്ലവർ മാത്രം എടുത്തു ചൂട് കളഞ്ഞിട്ട് കൊടുത്തു. അവന് ഇതൊക്കെ എന്താണെന്തോ, അവന് ഇങ്ങനത്തെ സാധനങ്ങളോടാണ് താല്പര്യം. അവന് കഴിക്കുള്ള എന്തെങ്കിലും കൊടുത്താൽ അവൻ അപ്പോൾ അതെടുത്ത് കളയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറി. അതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പ്, കമ്മൽ, അങ്ങനത്തെ ഷോപ്പുകളാണ് കൂടുതലും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വിശേഷങ്ങൾ കാണാം. ഓരോ ഷോപ്പിലും കയറിയിട്ട് സാധനം മേടിക്കാണ്ട് ഇങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കുന്നത് ഉള്ളിലൊരു ചമ്മലാണ്, അവരെന്ത് വിചാരിക്കും എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം നമ്മൾ കഷ്ടപ്പെട്ട് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് നോക്കാൻ കയറി, ഒപ്പം വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. ഇത് 10 രൂപയേ ഉള്ളൂ. എവിടെ? അത് മറ്റേ ഇവിടുന്ന് മേടിച്ചാണ്. ഇത് നമ്മളെടുത്ത സെയിം ഈ സാധനം നമ്മൾ ഇട്ട് നോക്കിയത്. ഈ സാധനം നെസ്റ്റോർ ഉണ്ടായിരുന്നു. ഈ സാധനം അത് നാട്ടിൽ നിന്ന് അത് കൊള്ളായിരുന്നല്ലേ. അത് ഇടുമ്പോൾ തന്നെ ഒരു ഇവിടുത്തെ കളർ ഉണ്ടാവില്ല, നീല രസം, അതൊരു ആഡംബരം തന്നെ. ഇത് കൊള്ളാല്ലേ. ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും എനിക്ക് അവിടുന്ന് ആ നീല കല്ല് വെച്ച കമ്മൽ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ 15 ദിർഹംസ് ആയതുകൊണ്ട് പിന്നെ അത് ഇടേണ്ട ഒരു സിറ്റുവേഷൻ ഇനി വരുന്നില്ല. അത് മാച്ച് ചെയ്യുന്നൊരു ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സ് ആ നീല കല്ല് വെച്ച കമ്മലിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ റിട്ടേൺ ഇറങ്ങാൻ നേരത്ത് ഞാൻ ആ കമ്മൽ മേടിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു കുറ്റബോധം തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെ ഒരു വലിയൊരു ഷോപ്പ് തന്നെ ഉണ്ടായിരുന്നു കമ്മലിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ പവലിയൻ്റെ കുറച്ച് കറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് എന്ന് പറയുന്ന ഇവിടെയാണ്. അവിടെ ഒരുപാട് പാർക്കൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഒത്തിരി ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ചൂടെടുത്ത് തുടങ്ങിയിട്ട് കുഞ്ഞ് അലമ്പാവാൻ തുടങ്ങി. കുഞ്ഞിനെ എവിടെയെങ്കിലും എത്തി പാല് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവനെ സെറ്റിൽ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴത്തേക്കും മനുവേട്ടൻ പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിൻ്റെ പാല് നമ്മൾ ബോട്ടിലാക്കി കൊണ്ടുവന്നത് കൊടുത്ത് അവർ രണ്ടുപേരും അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി കറങ്ങാൻ പോയി. ഇങ്ങനെ തന്നെ മിറാക്കിൾ കാണാം. ഗ്ലോബൽ വില്ലേജ് വരുന്ന ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവർ പറഞ്ഞ് വീഡിയോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ, എടുക്കുന്നില്ല.
അത് കഴിഞ്ഞിട്ട് ഇത് ചൈനയാണ്. ചൈനയുടെ അകത്ത് കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ ചൈനയുടെ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു ചെറിയ ഹാൻഡ് ഫാൻ മേടിച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് മനുവേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഫാൻ മേടിച്ചിട്ടുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ മനുവേട്ടൻ പറഞ്ഞു ഞാനൊരു ചൈനീസ് കാറ്റാട മേടിച്ചു, എനിക്കത് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും മനുവേട്ടൻ മേടിച്ചു. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ക്യൂട്ട് പൂച്ചകളിരിക്കുന്നു. കുഞ്ഞിൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് പൂച്ച. അവന് പൂച്ചയെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ജീവനാണ് അവൻ. അങ്ങനെ ഞാൻ ആ പൂച്ചയെ മേടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അത് 50 dirhams ആയിരുന്നു. അതിൻ്റെ നല്ലൊരു പാട്ടുണ്ട്, അത് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഇത് മേടിച്ച് മനുവേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് മനുവേട്ടൻ പറഞ്ഞു പൂച്ച എത്രയും പൈസ കൊടുത്ത് മേടിക്കണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ക്ലോസിങ് ആവാറായതുകൊണ്ട് അവർ നമ്മൾ ബാർഗെയിൻ ചെയ്താലും വില കുറച്ച് തരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു കുറ്റബോധമായി, കുറച്ചുകൂടെ ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു എന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനത് കളിക്കാൻ കൊടുത്ത് അവൻ്റെ സന്തോഷം കണ്ട എന്ത് സന്തോഷമായി. അവന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയെന്ന് പറഞ്ഞാൽ. പൂച്ചയുടെ പാട്ടുകൾ, കാത്തു, ഇതൊക്കെ അവന് ഭയങ്കര ഫേവറേറ്റാണ്. നമുക്ക് അതിനെ അടിച്ചിട്ടവൻ. ഒരു ടിഷ്യൂ വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, അത് ട്രൈ ചെയ്യാം. അഹാന കൃഷ്ണ വൈറലാക്കി മാംഗോ സ്റ്റിക്കി റൈസ്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഒപ്പം ആ ഒരു മാംഗോ ഐസ്ക്രീം അതും എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മളവിടെ നിന്ന് മേടിച്ചു. ബാഗ് മാറ്റിയ അതല്ലേ അതായിരുന്നു. ഓ ഞാൻ അവരതാണ്. ഞങ്ങളടുത്തിരുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മ അകത്ത് ഷോപ്പിങ്ങിന് എന്തോ പോയതിന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര കരച്ചിലായിരുന്നു ആ കുഞ്ഞ്. അപ്പോൾ അതിൻ്റെ അതിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ടിങ്ങനെ വന്നിട്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു ആ കുഞ്ഞ്. ഐസ്ക്രീം അതുകൊണ്ടാണല്ലോ സ്റ്റിക്കി എന്ന് പറയുന്നത്. മാങ്ങ കൊടുക്കായിരുന്നു. അയ്യോ കണ്ട പൂച്ച ഒന്നുകൂടി കഴിക്കുക. ഇതുവരെ പോയിട്ടുണ്ടായിരുന്നു. അതിനടിയിൽ ഐസ് ഉണ്ട്. അത് മാങ്ങയുടെ കടിച്ചോ? പുറമേയുള്ള രസമില്ല. ഇത് മാങ്ങ നല്ല മാങ്ങ റൈസ് ഉണ്ടല്ലേ പൊന്ന. ആ ഐസ്ക്രീം അത്ര പോരായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു സ്മെല്ലിൽ ഒരു ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ഫുഡ് സ്ട്രീറ്റിലോട്ട് കടക്കുകയാണ്. ഏതൊക്കെ ഫുഡ് ട്രൈ ചെയ്യണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോവുകയാണ് കേട്ടോ ഫുഡ് സ്ട്രീറ്റിലോട്ട്. കുഞ്ഞാ ക്യാമറ വയ്ക്കുക.
ടോയ്ലറ്റ് പോണോ? അങ്ങനെ വരുമ്പോ കുറെ ആൾക്കാർ ഇത് കാണുമ്പോഴേ സാധനം വാങ്ങിച്ചാൽ നഷ്ടമാവും. ഞാൻ വിചാരിച്ചു ആഫ്രിക്കൻ പവലിയനിൽ കുറച്ച് ഈ ഷിയ ബട്ടർ ക്രീമൊക്കെ ഉണ്ട്, നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ. അപ്പോൾ അത് മേടിക്കണം എന്ന് അനിയത്തി പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഇവർ നമ്മളെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. അങ്ങനെ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഓരോരുത്തർ നമ്മളിങ്ങനെ വിളിച്ചു തുടങ്ങി. ചേച്ചി Siz son papaya uçuyor. Yok, kulakman. Yok. Oraya çıkacağım. ഇവിടെ എന്തോ ബിഗ് ടിക്കറ്റ് പോലെ എന്തോ എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ ഒരാൾ ലാസ്റ്റ് എടുത്ത് അയാൾക്ക് 4 ലക്ഷമോ എന്തോ ദിർഹംസ് എന്തോ കിട്ടി, കൈയടിച്ചു, ആ പരിപാടി തീർന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊറിയൻ പവലിയനിൽ കയറി. കൊറിയനിൽ കയറുമ്പോൾ തന്നെ അവിടെ എൻട്രൻസിൽ ഒരു ബനാന, ഒരു സ്ട്രോബെറി കണക്കത്തെ ഒരു സംഭവമായിരുന്നു. സോദി പോയിട്ട് അതിൽ പിടിച്ച് ഞെക്കിയൊക്കെ ചെയ്തു. ശരിക്കും അത് ആ കുഞ്ഞ് മേടിച്ച് വെച്ചിരുന്നായിരുന്നു കേട്ടോ. പിന്നീട് ആ കൊച്ച് അതിൽ തള്ളിക്കൊണ്ട് പോകുന്നുണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അത് അവർ മേടിച്ച സാധനമാണ്. അത് നിൽക്കവേ അതിൽ പോയി ഞെക്കി. ഞാനാണെങ്കിൽ ഒരു ഇടിയൊക്കെ കൊടുത്തിട്ടാണ് ഞാനും വന്നത്. ഇതിനകത്ത് കുറച്ച് AC ഉള്ളത് കൊണ്ട് എല്ലാം ഇതിനകത്ത് കയറി നിൽക്കുന്നത്. പുറത്ത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഇതിനകത്ത് തണുപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് കയറി നിന്ന് ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്ന അത്ര കറക്റ്റ് കിട്ടുന്നില്ല. എന്നാലും എല്ലാം കയറി നിന്നിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു മൈതാനത്ത് പോയിട്ട് ഇരുന്നു. അപ്പോൾ കുഞ്ഞ് പൂച്ചയായിട്ട് കളിക്കുകയാണ്. ഇങ്ങോട്ട് വാ കുഞ്ഞു. കുറച്ച് നടന്നപ്പോൾ തന്നെ നമുക്ക് ചൂടെടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി. പിന്നെ നമ്മൾ ഫുഡൊന്നും ട്രൈ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ പവലിയൻ ഉണ്ടോ കുറച്ച് നടന്നൊക്കെ നോക്കാൻ കരുതി. വീണ്ടും ഫുഡ് സ്ട്രീറ്റിന് അങ്ങോട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇവരടുത്ത് വെച്ച് ഏതാ വേണ്ടത്?
വളർത്താൻ കൊണ്ടുവരും. ഇതാണ് നാഷ് ഹോട്ട് ചിക്കൻ ആണ്. എല്ലാരും ഭയങ്കര റിവ്യൂ ഒക്കെ പറയുന്നതാണ്. കൊള്ളാം. ഞാൻ എല്ലാം എടുക്കുന്നുണ്ട്, കട്ട് ചെയ്താ മതി. എല്ലാം എടുക്കുന്നുണ്ട്, കട്ട് ചെയ്താ മതി. നോക്കറോ ഞാൻ നോക്കണടുത്ത് ഈ ക്യാമറ വരട്ടേന്ന്. അങ്ങോട്ട് മാത്രമില്ല, ബാക്കി എല്ലായിടത്തും നോക്കുന്നുണ്ട്. കുട്ടിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. അങ്ങോട്ട് മാത്രം ഞാൻ നോക്കൂല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു. ചൂടെടുത്തിട്ട് നമുക്ക് പറ്റുന്നില്ല. പിന്നെ എന്തോ ചൂടടിച്ചിട്ട് നമ്മൾ ഫുള്ള് ടയേർഡായ കണക്കായി. കുഞ്ഞ് നല്ല ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ പോവാന്ന് വെച്ചു. തായ് മസിൽസ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളതുകൊണ്ട് ഈ കുക്ക് ചെയ്യാണ്ട് ഇത് കഴിച്ചാൽ അത് കുഴപ്പമാവുമെന്ന് കരുതിയിട്ട് അത് ട്രൈ ചെയ്തില്ല. പിന്നെ മനോട്ടിനൊരു ബർഗർ മേടിച്ച്. അതിന് വലിയ സോസൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊന്നും മേടിച്ചൊന്നുമില്ല. അവിടുന്ന് പോവാമെന്ന് വിചാരിച്ചു. നമ്മൾ ശരിക്കും ഒരു ദിവസം വന്നാലൊന്നും ഗ്ലോബൽ വില്ലേജ് കവർ ചെയ്യാൻ പറ്റത്തില്ല. 2-3 തവണയൊക്കെ വന്ന് പോയാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന പവലിയനിലൊക്കെ കയറി കവർ ചെയ്യാനും പറ്റുള്ളൂ. ഫുഡൊക്കെ ട്രൈ ചെയ്യാനും പറ്റുള്ളൂ. ഇത്രയും ചൂടായതും പിന്നെ ഈ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഈ നമുക്ക് ഒരു അസ്വസ്ഥത കണക്ക് തോന്നും. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു മൂഡങ്ങ് പോയി.
നമ്മൾ വിചാരിച്ചു നമുക്ക് റിട്ടേൺ പോവാം. ഇനി ഗ്ലോബൽ വില്ലേജ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരാമെന്ന് കരുതിയിട്ട് നമ്മൾ കയറിയ ഗേറ്റിൽ കൂടി തന്നെ റിട്ടേൺ ഇറങ്ങുവാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് നഷ്ടമായോ എന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് റേറ്റിനൊക്കെ പൈസ കുറവായതുകൊണ്ട് നമുക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല. എന്നാൽ എല്ലായിടവും കറങ്ങാനും പറ്റിയില്ല. ചൂട് കാരണം നമുക്ക് ഒന്നിനും പറ്റിയില്ല, ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ആ ഒരു ഹാൻഡ് ഫാൻ മേടിച്ചപ്പോഴത്തേക്കും അതൊരു ചെറിയ ആശ്വാസമായി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബായ് പറഞ്ഞ് പോവുകയാണ്. നെക്സ്റ്റ് ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്ലാൻ ചെയ്ത് 2-3 തവണയൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ലേറ്റായിരുന്നു. 10:30-11 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. മനുവേട്ടന് നാളെ ഡേ ഡ്യൂട്ടി ഉണ്ട്. അപ്പം നമ്മൾ പോകാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് മെയിൻ ഗേറ്റ്. നമ്മൾ ഇതുവഴിയല്ല കയറിയത്. ഇതുവഴി കയറിയിരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇന്ത്യയിൽ കയറത്തില്ലായിരുന്നു, വേറെ ഏതിലെങ്കിലും ആയിരിക്കും കയറുന്നത്. പിന്നെ ഇതുവഴി കയറാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ഭംഗിയൊന്നും കാണാനും പറ്റിയില്ല. ഇവിടെ കുറച്ചുകൂടെ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇനിയും ഗ്ലോബൽ വില്ലേജ് ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈ.